ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗൈസ്, രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ട് പോകുന്നത് പുല്ലൂരോട്ടാണ്. പുല്ലൂരോട്ട് പോകാൻ വണ്ടി വേണം, വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ വേണം, അതിന് അമ്മാമ വേണം. നൈസിന് അമ്മാമേരെ എണ്ണ അടിക്കാനുള്ള പൈസയും മേടിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി. അടുത്ത ലക്ഷ്യം വണ്ടി, അത് നമ്മുടെ സുഹേലിൻ്റെ അടുത്ത് കാര്യമായി പണിയെടുത്തുകൊണ്ട് അളിയനെടുത്ത് വണ്ടിയും മേടിച്ച് ഞാൻ ഇറങ്ങി. സംഭവം എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അത്രയും ദൂരം പോകാൻ പറ്റത്തില്ല. അളിയൻ്റെ വണ്ടിയിലാകുമ്പോൾ 150 രൂപ എണ്ണ അടിച്ചാൽ പറന്നങ്ങ് എത്താം. ഞാൻ സ്ഥലത്തെത്തിയപ്പോൾ ആദ്യമേ ഒരുത്തം വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക എന്നെ. സംഭവം ഈ കാണുന്നത് നമ്മുടെ അൻഷാദിൻ്റെ ഫ്ലാറ്റാണ് ഗൈസ്. ഇനി അൻഷാദ് പറഞ്ഞാൽ എൻ്റെ കൂടെ കോളേജ് പഠിക്കുന്ന പയ്യനാണ്. അളിയ ഒരു സ്ട്രീമറൊക്കെയാണ് കേട്ടോ ഗൈസ്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത്. അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനും എന്നോട് വന്നത്. അവിടെ വന്ന് അവൻ്റെ കഥവിന് കൂട്ടിയിട്ടാണെങ്കിലോ അവ ഒട്ട് തുറക്കുന്നുമില്ല. ഇനി അവൻ അവിടെ ഇല്ലേ എന്നൊരു സംശയത്തിൽ നിന്നപ്പോഴാണ് കഥവ് ചാരിയിട്ടേ ഉള്ളൂ. പിന്നെ ഒന്നും ആലോചിച്ചില്ല ഗൈസ്, നേരെ ചവിട്ടി തുറന്ന് അകത്ത് കയറി. അല്ലാത്ത വീട്ടിൽക്കാരൻ ഭീകരനാണെന്ന് ജസ്വിൻ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ആർക്കും സംശയം തോന്നാത്ത ജസ്വിൻ്റെ കള്ള നോട്ടം കൊണ്ട് ജസ്വിനകത്തേക്ക് അകത്ത് വന്നപ്പോൾ ദേ ഒരുത്തം പോത്താണ് കിടന്നു പറഞ്ഞു. ഞങ്ങൾ വന്നതെന്ന് അറിഞ്ഞിട്ട് പോലില്ല ഗൈസ്. ഇതാണ് പയ്യൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ്. പുള്ളിക്കാരൻ്റെ സ്ട്രീമർ തന്നെയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് PC ആദ്യമേ കണ്ട എൻ്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. അങ്ങനെ ആ എക്സൈറ്റ്മെന്റ് ചെയ്യുന്നപ്പോഴാണ് അവൻ നമുക്ക് ഗെയിം എടുത്തിട്ട് വന്നത്. പിന്നെ അവിടെ നിന്ന് 2-2.5 മണിക്കൂർ നീണ്ട ഗെയിം കളിയായിരുന്നു. ഞാനും ജസ്വിനോട് ഇരുന്നു. ബൈ ദ ബൈ, ജസ്വിനും ഒരു സ്ട്രീമറാണ്. ഗെയിം കളിച്ച് മടുത്തപ്പോൾ നമ്മൾ നേരെ ഒമീഗിൽ കയറി ഗൈസ്. ഒമീഗിലാണെങ്കിൽ ഇപ്പോൾ പിള്ളേരോട് രണ്ടവന്മാരോട് എന്നെ ഇരയാക്കി ഇരുത്തിയിട്ട് അപ്പുറം ഒന്ന് ട്രോളലായിരുന്നു വരുന്നവന്മാരെ പോണവര്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഇന്ന് അൻഷാദിനെ കൊണ്ട് ചിലവെടുത്താതെ വിടത്തില്ലല്ലോ. കാരണം ചെറുക്കൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ബർത്ത്ഡേ ആകുമ്പോൾ മിനിമം ഒരു ഷവായിങ്ങനെ മേടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മന്തി കഴിക്കാൻ പോയതാണ് ഗൈസ്. അവസാനം നമ്മൾ ഹണി ചില്ലി അൽഫാമിൽ ഒതുക്കി. കാരണം അവിടെ മന്തിയില്ല ഗൈസ്. അത് തന്നെയാണ് ഒരു വിഷമവും. ഒരു ഫുൾ അൽഫാം തിന്നാനുള്ള വിഷപ്പുണ്ടായിരുന്നു എനിക്കും ജസ്വിനും. പക്ഷേ അവൻ്റെ നിർബന്ധത്തിന് വഴി ഞങ്ങൾ ഒരു ഹാഫ് അൽഫാമിൽ ഒതുക്കി. പിന്നെ അവിടെ നടന്ന ചരിത്രമാണ് ഗൈസ്. ആ ചരിത്രത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചോണ്ട് ചെന്നപ്പോൾ കട തുറന്നിട്ടില്ല. പിന്നെ അപ്പോൾ അതുപോലെ നമ്മുടെ പരിപാടി ജിമ്മിൽ വന്ന് വർക്കൗട്ടും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.